ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് നന്നായി അറിയാവുന്ന പത്തനംതിട്ട മേഖല, ഞാനത് പത്തനംതിട്ട MP-യെയും അറിയാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതാ നോക്കൂ, 3-4 തവണയായി അവിടെ MP ആയി വരുന്ന ആൻറ്റോ ആൻ്റണിയുടെ ഈ പണമിടപാടിനെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലും വാർത്താസമ്മേളനം, NM രാജുവിൻ്റെ വാർത്താസമ്മേളനവും CPM-ൻ്റെ ആരോപണവും ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും ഈ സ്വർണ്ണ കൊള്ളയും ഒക്കെ കൂടി കണക്റ്റഡായി നിൽക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അടൂർ പ്രകാശിനേക്കാൾ വലിയ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ആൻറ്റോ ആൻ്റണിയാണ് നിൽക്കുന്നത് എന്ന് തന്നെയല്ലേ പറയേണ്ടി വരുന്നത്? ലാലെ, അടൂർ പ്രകാശിനെ ഞാനൊരു ചെറിയ അലവൻസ് കൊടുക്കുകയാണെന്ന്, ഒരു മാർജിൻ ഇടുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആൻറ്റോ ആൻ്റണിക്ക് അങ്ങനെ ഒരു അലവൻസ് കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. എൻ്റെ MP അല്ല, എൻ്റെ നാടിൻ്റെ MP-യാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണിപ്പോൾ. എങ്കിലും എനിക്ക് നാട് എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പത്തനംതിട്ട ജില്ല, തിരുവല്ല ഉൾപ്പെടെ. അവിടെ പക്ഷേ ആൻറ്റോ ആൻ്റണി പറഞ്ഞത് ഞാനൊരു സംഭാവന മേടിച്ചു. കൊടുത്തയാൾ പറഞ്ഞത് എത്ര? ഞാൻ കൊടുത്തത് സംഭാവന, അത് ഇൻവെർട്ടർ കോമയിൽ 2 കോടി രൂപയാണ്. 2 കോടി രൂപ സംഭാവന കൊടുത്തു എന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? സ്ഥാനാർത്ഥിയാണ്, രാഷ്ട്രീയമാണ്. സംഭാവന എന്ന് പറഞ്ഞത് ആൻറ്റോ ആൻ്റണിയാണ്. അത് കൊടുത്ത ആൾ വായ്പയായിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. വായ്പയായിട്ട് കൊടുത്തെന്നാണ് ഉടമസ്ഥൻ പറയുന്നത്. ഫൈനാൻസ് ഉടമ NM രാജു പറയുന്നത് അത് ഞാൻ വായ്പയായിട്ട് കൊടുത്തു എന്നാണ്. എൻ്റെ അറിവ്, ഞാനും തിരുവല്ലക്കാരനാണ് കേട്ടോ, എൻ്റെ അറിവ് ഈ NM രാജുവിൻ്റെ കയ്യിൽ ആ രേഖയൊക്കെ ഉണ്ട്. ആ രേഖ അദ്ദേഹം ED-ക്കാരെ കാണിച്ചിട്ടുമുണ്ട്. ED അദ്ദേഹത്തെ പിടിച്ചല്ലോ. ED അദ്ദേഹത്തെ പിടിച്ചു, അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളെയും പിടിച്ചു. അവരൊക്കെ ചെറുപ്പക്കാരാണ്. അതിലേറ്റവും ഇളയ ആളാണ് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി കേസിൽപ്പെട്ടില്ല. ആ പെൺകുട്ടി അവരുടെ സ്കൂളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ആ കുട്ടിയാണ് ഇപ്പം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ബാക്കിയുള്ളവരൊക്കെ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോഴേ അങ്ങനെ വരുമ്പോൾ ആൻറ്റോ ആൻ്റണിക്ക് എന്തുകൊണ്ട് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ ഒരു വലിയ ആരോപണത്തിൻ്റെ മുനെ പിടിക്കാൻ സുതാര്യമായി ധൈര്യപൂർവ്വം തൻ്റെ ഇടത്തോടു കൂടി, അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലേ, അദ്ദേഹം രാഷ്ട്രീയമായ ആരോപണങ്ങളെ നേരിടുന്നയാളല്ലേ, അദ്ദേഹം KPCC അധ്യക്ഷനായിട്ട് നിർദ്ദേശിക്കപ്പെട്ടയാളല്ലേ, ഒരു ചെറിയൊരു പാളിച്ച കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാളിച്ചയല്ല, ചെറിയ പെശകുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള 100 ആരോപണങ്ങളെ നേരിടേണ്ടി വരുന്ന ആളായിരുന്നില്ലേ, നേരിടേണ്ടി വരുമായിരുന്നില്ലേ? അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും ശക്തിപൂർവ്വം ഞാനിത് നിഷേധിക്കുന്നു എന്ന് പറയണമായിരുന്നു. എത്ര രൂപ ഞാൻ സംഭാവന മേടിച്ചു എന്ന് അദ്ദേഹം പറയണമായിരുന്നു. അത് അദ്ദേഹം പറയാത്തിടത്തോളം കാലം കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ സമ്മതിദായകരുടെ മുമ്പിൽ അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇതിനാണ് ഇനി അദ്ദേഹത്തിന് സമയമുണ്ട്. VD സതീശന് മറുപടി പറയണം, KPCC അധ്യക്ഷൻ മറുപടി പറയണം, പ്രതിപക്ഷ നേതാവ് മറുപടി പറയണം. തെരഞ്ഞെടുപ്പ് വരികയാണ്. ഞാൻ ഇതിൻ്റെ അതൊരു രാഷ്ട്രീയമായിട്ടൊരു പശ്ചാത്തലത്തിൽ കൂടെ പറയാം. ഇതുവരെ CPM-നെ ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കാൻ, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ഐക്യജനാധിപത്യ മുന്നണി നേടിയ ഒരു വലിയ വിജയം, ആ വിജയത്തിൻ്റെ കുറ്റാരോപണം മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ വീഴ്ച, ഭരണപക്ഷത്തിൻ്റെ പരാജയം, കെടുകാര്യസ്ഥത, അതിനൊക്കെ അപ്പുറത്ത് ഇത് നിഷേധ വോട്ട്, അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നല്ല പ്രചാരണം കൊണ്ട് നടത്തി. ഇതാ അടുത്ത തെരഞ്ഞെടുപ്പ് ഞങ്ങളുടേത്, അടുത്ത ഗവൺമെൻറ് ഞങ്ങളുടേത്, ഇതാ ഞങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രചാരണം കൊടുമ്പുരി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു വലിയ തിരിച്ചടിയാണ്. രാഷ്ട്രീയമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവിനെ, നേതൃത്വത്തിന് ഒരു തിരിച്ചടിയാണ്. ഈ തിരിച്ചടിയെ നാളെ എങ്ങനെ നേരിട്ടാൽ മതി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ചർച്ചയിൽ, ഇന്നത്തെ ഒരു ചർച്ചയിൽ ഞാനിത് പറയുന്നു, എൻ്റെ അഭിപ്രായം പറയുന്നേ ഉള്ളൂ. നാളെ ഇതിനെ ഫലപ്രദമായിട്ട് നേരിടാൻ VD സതീശനും സണ്ണിക്കും നമ്മുടെ ആൻറ്റോ ആൻ്റണിക്കും, ഞങ്ങളുടെ ആൻറ്റോ ആൻ്റണിക്കും കഴിയുമെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്കൊക്കെ പ്രശ്നമായിരിക്കും, പക്ഷേ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ അത് പറയണം. ഇന്നലെ പറയാത്തതാണ്. ആൻറ്റോ ആൻ്റണി ഇന്നലെ പത്രക്കാരുടെ മുന്നിൽ നിന്നിട്ട് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അത് പറഞ്ഞില്ല അദ്ദേഹം.
അത് ഇന്നലെ ധൈര്യമായിട്ട് പറയണമായിരുന്നു. അവിടെ തൻ്റെ ഇടം ആ തുടക്കത്തിൽ കാണിക്കണമായിരുന്നു. ആ തുടക്കം ഒരു പ്രധാനമാണ് കേട്ടോ. ഇന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് മാധ്യമങ്ങൾ മൈക്കും കൊണ്ട് പോയപ്പോൾ പറഞ്ഞത് രാഷ്ട്രീയക്കാരല്ലേ ഇതുപോലുള്ള പല ആരോപണങ്ങളും വരും. ഇന്നലെ ഇന്നും ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. പത്തനംതിട്ട എനിക്കറിയാം. പത്തനംതിട്ടയിൽ ഞാൻ ആൻഡ്രു ആൻ്റണിക്ക് എന്നോട് ചെറിയ ദേഷ്യം ഉണ്ടാവുന്നുണ്ട്. പത്തനംതിട്ടയിൽ കുറിച്ചുള്ള ചർച്ചകളിൽ ഞാൻ പറയുന്നത് കോട്ടയത്തുകാരൻ ആൻഡ്രു ആൻ്റണി ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ കൊണ്ടുവന്ന് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കി. ഫിലിപ്പോസ് തോമസ് എന്ന ഒരു നെടുനായകൻ വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ കാവൽ ഭടനായിരുന്ന പത്തനംതിട്ടയിലെ കാവൽ ഭടനായിരുന്ന ഫിലിപ്പോസ് തോമസിനെ അവിടെ മാറ്റി നിർത്തിയിട്ടാണ് ആൻഡ്രു ആൻ്റണിയെ കൊണ്ടുവന്നത്. ആൻഡ്രു ആൻ്റണി അടിവെച്ച് കയറി തുടർച്ചയായിട്ട് ലോക്സഭയിൽ പോയി. പത്തനംതിട്ടയിൽ അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ തഴയപ്പെട്ടു. ചെറുപ്പക്കാരൊക്കെ എന്നിട്ടും എനിക്കറിയാം കേട്ടോ, അവിടുത്തെ പല കോൺഗ്രസ്സുകാരെയും ചെറുപ്പക്കാരെ കോൺഗ്രസ്സുകാരൊക്കെ എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട്, നല്ല ചെറുപ്പക്കാരായ പിള്ളേർ. അവരൊക്കെ നിശബ്ദമായിട്ട് ആൻഡ്രു ആൻ്റണിക്ക് വേണ്ടി ഓരോ തിരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ചു. ഒരു പ്രതിഷേധവും കാണിച്ചില്ല അവർ. ഒരു എതിർ ശബ്ദവും പുറപ്പെടുവിക്കാതെ അവർ കൂടെ നടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആൻഡ്രു ആൻ്റണിയെ ജയിപ്പിച്ചു. ആൻഡ്രു ആൻ്റണി ജയിച്ചതല്ല, അവിടുത്തെ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു. ഒരു മുറിവുറുപ്പില്ല, ജയിപ്പിച്ചു. ആ ജനങ്ങളോടെങ്കിലും ആ പ്രവർത്തകരോടെങ്കിലും അദ്ദേഹത്തിന് ഒരു മര്യാദ, അഭിമാനത്തോടുകൂടി അവർക്ക് എടുത്തു പറയാൻ പറ്റിയ നേതാവാണ് ഞാൻ ഇന്ന് തെളിയിക്കാൻ 2 വാക്ക് പറയാമായിരുന്നു. അത് പറയാനുള്ള വലിയ സുവർണാവസരമാണ് അദ്ദേഹം പാഴാക്കിയത് എന്ന് ഞാൻ പറയും.